ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മമ്മി കാണാനായിട്ട് ലിവർപൂൾ മ്യൂസിയം വരെ ഒന്ന് പോയാലോ. ഇത് ഞാൻ ആദ്യമേ വിചാരിച്ചത് മറ്റേ പറക്കുന്ന ഡിനോസർ ആയിരിക്കുമെന്ന്. പക്ഷേ ഇതല്ല. ഇത് ഡിനോസറിൻ്റെ കാലത്ത് തന്നെ ജീവിച്ചിരുന്നൊരു ജീവിയാണ്. ഇതിൻ്റെ പേരാണ് ക്വെറ്റ്സൽകോവാട്ലസ്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് അക്വേറിയം കാണാനാണ്. ഇവിടെ നിങ്ങൾക്ക് വെറൈറ്റി മീനുകളെയും വേറെ കടൽ ജീവികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. മീനെയൊക്കെ കണ്ടു കിടക്കാൻ നല്ല രസമാണ്. ഇവിടെയുള്ള ആളുകളാണെങ്കിൽ ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി ആസ്വദിച്ചാണ് പോകുന്നത്. പക്ഷെ നമുക്ക് അതിന് മാത്രം ക്ഷമയില്ല. ഞാൻ മെയിനായിട്ട് കാണണമെന്ന് വിചാരിച്ചതാണ് ഏൻഷ്യൻ്റ് ഈജിപ്ത് ആൻഡ് മമ്മി റൂം. ഇതാണ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഒരു സ്ത്രീയെ സ്ലീപ്പിംഗ് പൊസിഷനിൽ അടക്കിയിരുന്ന രീതി. നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ കൂടെ തന്നെ കുറേ പാത്രങ്ങളും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ അടക്കിയിരുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് മമ്മി റൂമിലേക്കാണ്. ഇവിടെ കുട്ടികളുടെയും പ്രായമായിട്ടുള്ളവരുടെ എല്ലാം മമ്മി ഇവരിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ സയൻസും ടെക്നോളജിയും ഒന്നും അഡ്വാൻസ് അല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഈ മമ്മിഫിക്കേഷനും ഇതുപോലെയുള്ള ഈ ബോഡിയൊക്കെ ഇത്രയും പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര അത്ഭുതം അല്ലേ. ഈ രാജകുടുംബത്തിൽപ്പെട്ടവരുടെയും അതുപോലെ തന്നെ പുരോഹിതന്മാരുടെയൊക്കെ ബോഡിയാണ് ഇവരിങ്ങനെ മമ്മിയായിട്ട് സൂക്ഷിക്കുന്നത്. ഈ പെട്ടിയെ തന്നെയുള്ള പെയിൻറ്റിങ്സ് തന്നെ നമ്മളെ കിളി പറക്കുന്ന ഒരു സംഭവമാണ്. ഇത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പുരോഹിതൻ്റെ ബോഡിയാണ്. ഇയാൾ അടക്കം ചെയ്തിരുന്ന പെട്ടിയൊക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭവം, ഒരു പ്രത്യേക ഫീലിങ്സുമാണ്. മ്യൂസിയത്തിലേക്ക് പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.